ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് നമ്മൾ കടന്നു ചെന്നു അല്ലേ. ഇന്ത്യൻ എക്കണോമിയുടെ സാലിൻ ഫീച്ചേഴ്സൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇൻഡിപെൻഡൻസ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ എക്കണോമി, അതുപോലെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു വലിയ ടോപ്പിക്കാണ് നമ്മളിന്ന് ആരംഭിക്കാൻ പോകുന്നത്. സാധാരണ SSC, RRB, PSC പരീക്ഷകളിലൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാഷണൽ ഇൻകത്തിൻ്റെ ഒരുപാട് ടേംസും അതുപോലെ ഒരുപാട് ചോദ്യങ്ങളും കണ്ടിട്ടുണ്ടല്ലേ. നാഷണൽ ഇൻകം എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് GDP, GNP, അതുപോലെ തന്നെ GDP ഡിഫ്ലേറ്റർ, GNP ഡിഫ്ലേറ്റർ, NNP, NDP, അതുപോലെ മാർക്കറ്റ് പ്രൈസ്, കറണ്ട് പ്രൈസ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടേംസ് ആണല്ലേ. ആ ടേംസൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ബട്ട് പലർക്കും അതിൻ്റെ മീനിങ് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ മീനിങ് ഒക്കെ വലിയ മീനിങ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്ന വലിയ വലിയ ഇക്വേഷൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ക്ലാസ് കാണുന്നതോടുകൂടെ ഞാനിപ്പോൾ പറഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട എല്ലാ ഫാക്ട്സും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്താണ് GDP എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് GNP, അല്ലെങ്കിൽ എന്താണ് കറണ്ട് പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് പ്രൈസ്, അതും അല്ലെങ്കിൽ എന്താണ് GDP ഡിഫ്ലേറ്റർ, എന്താണ് GNP ഡിഫ്ലേറ്റർ, അതുപോലെയുള്ള ടേംസ് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലോ പരീക്ഷയിലെ ചോദ്യങ്ങൾ വരികയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഫാക്റ്റ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ കാര്യമാണല്ലേ, അതായത് നാഷണൽ ഇൻകം. എന്താണ് നാഷണൽ ഇൻകം എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. നാഷണൽ ഇൻകം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 3 ടേംസ് പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണത്? ഫിനാൻഷ്യൽ ഇയർ, ഗുഡ്സ് ആൻഡ് സർവീസ്, മണി വാല്യൂ. ഈ 3 ടേംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് നാഷണൽ ഇൻകം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇയർ, ഗുഡ്സ് ആൻഡ് സർവീസ്, അതുപോലെ മണി വാല്യൂ. ഈ 3 ടേംസും ചേർന്നൊരു ഡെഫിനേഷൻ നമ്മൾ ഉണ്ടാക്കിയാൽ അതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മണി അല്ലെങ്കിൽ മോണിറ്ററി മണി അല്ലെങ്കിൽ മോണിറ്ററി അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നാഷണൽ ഇൻകം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഓക്കെ, നമ്മുടെ ഇന്ത്യയോ ഏത് രാജ്യവും ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന രീതിയിൽ പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മണി അല്ലെങ്കിൽ മോണിറ്ററി അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു അല്ലേ, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമേ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP അല്ലെങ്കിൽ GNP ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു പ്രൊഡക്റ്റ് ഫൈനൽ ഗുഡ്സ് ആയിട്ട് അത് മാർക്കറ്റിൽ എത്തുന്ന സമയത്തുള്ള വിലയാണ് നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാറ് വാങ്ങുന്ന സമയത്ത് അത് നമ്മുടെ GDPയിലേക്ക് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിന് ചിലവാക്കുന്ന മണി GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിലേക്കൊക്കെ വരുന്നുണ്ടല്ലേ. അത് വരുന്നത് എങ്ങനെയാണ്? ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുമ്പോഴാണ്. അതായത് ആ ഒരു കാറ് ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുന്ന സമയത്താണ് അത് നമ്മുടെ ഇതുപോലെയുള്ള നാഷണൽ ഇൻകത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു പർട്ടിക്കുലർ കാറിൻ്റെ ടയർ വാങ്ങുന്ന സമയത്ത് ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഡോറ് വാങ്ങുന്ന സമയത്ത്, ഗ്ലാസ് വാങ്ങുന്ന സമയത്ത് ആ രീതിയിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് ഫൈനൽ ഗുഡ്സ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ അത് എന്തിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പറയുന്ന സമയത്ത് മനസ്സിലാവും. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത്
ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, അതിൻ്റെ മണി അല്ലെങ്കിൽ മോണിറ്ററി അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഇൻകംസ് earned by the citizens of the country during a given period over a year. എന്താണ് കാര്യം? സം ടോട്ടൽ ഓഫ് ഇൻകംസ് ഏൺഡ് ബൈ ദ സിറ്റിസൺസ് ഓഫ് ദാറ്റ് കൺട്രി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു ഗിവൺ പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഏതാണ്? 1st ഏപ്രിൽ തൊട്ട്, ഒരു വർഷത്തെ 1st ഏപ്രിൽ തൊട്ടിട്ട് അടുത്ത വർഷത്തെ 31st മാർച്ച് വരെയാണല്ലേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന കാലയളവ് ഏത് തൊട്ടിട്ട് ഏതുവരെയാണെന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ഫാക്റ്റായല്ലേ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ഫാക്റ്റായി. അതായത് ഒരു വർഷത്തെ 2021 ഏപ്രിൽ 1-ാം തീയതി തൊട്ടിട്ട് 2022 മാർച്ച് 31 വരെയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന രീതിയിൽ പറയുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പറയുകയാണെങ്കിൽ 2022 ഏപ്രിൽ 1-ാം തീയതി തൊട്ടിട്ട് 2023 മാർച്ച് 31 വരെയാണ് 2022-2023 ഫിനാൻഷ്യൽ ഇയർ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ആ ഒരു ഫാക്റ്റ് ഓർത്ത് വയ്ക്കണം. ഇൻ ഇന്ത്യ എ ഫിനാൻഷ്യൽ ഇയർ ഓർ ഫിസിക്കൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st ഏപ്രിൽ ആൻഡ് എൻഡ്സ് ഓൺ 31st മാർച്ച്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പരീക്ഷകൾക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. അതുപോലെ നാഷണൽ ഇൻകത്തെ പറ്റി ഞാൻ ഓൾറെഡി മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ് ആ ഒരു രാജ്യത്തെ നാഷണൽ ഇൻകം മെൻഷൻ ചെയ്യുന്നതല്ല, ആ രാജ്യം എത്രത്തോളം പുരോഗതിയിലാണ് അല്ലെങ്കിൽ എത്രത്തോളം അധോഗതിയിലാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നാഷണൽ ഇൻകം. ഓക്കെ, ആ ഒരു ഫാക്റ്റും ഓർത്തു വെക്കണം. അതുപോലെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്സ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് മാക്രോ എക്കണോമിക്സിനാണല്ലേ. എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചസ് എന്തൊക്കെയായിരുന്നു? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അതിൽ മൈക്രോ എക്കണോമിക്സിൽ എല്ലാം ഇൻഡിവിജ്വൽ വരുന്നതുകൊണ്ട് അത് പ്രൈസ് തിയറി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലേ. എങ്കിൽ മാക്രോ എക്കണോമിക്സിൽ ഇൻകമാണ് വരുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഹോൾ എന്ന രീതിയിൽ പറയുന്നു അല്ലേ. അതുകൊണ്ട് അവിടെ വന്നത് എന്തായിരുന്നു? ഇൻകമാണ്, ഇൻകം തിയറി എന്ന രീതിയിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ഏത് ബ്രാഞ്ചിലാണ് വരുന്നത്? മാക്രോ എക്കണോമിക്സിലാണ്. നമ്മൾ ആ ഒരു ഫാക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് നാഷണൽ ഇൻകം ഈസ് നോട്ട് ദ സം ഓഫ് ഓൾ ഇൻകംസ് ഏൺഡ് ബൈ ഓൾ സിറ്റിസൺസ് ബട്ട് ഓൺലി ദോസ് ഇൻകം വിച്ച് accrue due to participation in the പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയിലെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഇൻകം മാത്രമാണ് നാഷണൽ ഇൻകം എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ ആ ഒരു എക്കണോമിയിലെ എല്ലാവരുടെയും ഇൻകം അല്ലെങ്കിൽ ആ രീതിയിലല്ല ഒരു കൺസെപ്റ്റ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് സിമ്പിളായിട്ട് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡുള്ള ആളുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇൻകം വരുന്നില്ല അല്ലേ. അവരൊന്നും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കാളികളാകുന്നില്ല. ഇങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കാളികളാവുന്ന ആളുകളുടെ ഇൻകം മാത്രമാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു ഫാക്റ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഓൾറെഡി നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സിലേക്കാണ് പോകുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ വരുമാനം, ഒരു മാസത്തെ വരുമാനം തന്നെ പല രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ടല്ലേ. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശമ്പളം, നമുക്കൊരു ജോലിയുണ്ട്, സാലറി എന്ന രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ, നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ആദായത്തിൽ നിന്ന് നമുക്ക് നികുതി ലഭിക്കാറുണ്ട്. അതായത് തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ തെങ്ങിൽ നിന്ന് തേങ്ങ, അതുപോലെ അടക്ക, അങ്ങനെ കവുങ്ങിൽ നിന്ന് അടക്ക, മാങ്ങ, അങ്ങനെയുള്ള ആ ഒരു നികുതിയൊക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വരുന്ന വരുമാനം നമുക്ക് ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട വാടക നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ വിവിധ രീതികളിൽ നമുക്ക് നമ്മുടെ മാസത്തെ വരുമാനം ലഭിക്കാറുണ്ടല്ലേ. അതുപോലെ ഒരു രാജ്യത്തിനും വിവിധ മെഷേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു രാജ്യത്തിനും വിവിധ മെഷേഴ്സ് ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ വിദേശത്ത് ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ടല്ല. ഒരു വീട്ടിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊക്കെ നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരൊക്കെ നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകത്തിൻ്റെ മെഷേഴ്സ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് GDP, GNP, NNP, പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം ഒക്കെ.
ഓക്കെ, ഓർത്ത് വെക്കണം. ദ വേരിയസ് മെഷേഴ്സ് ഓഫ് ഡിറ്റർമൈനിങ് നാഷണൽ ഇൻകം എന്തൊക്കെയാണ്? GDP, GNP, NNP, അതുപോലെ പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് GDP പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ആരംഭിക്കാം. നാഷണൽ ഇൻകം ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് എസ്റ്റിമേറ്റ്സ്, ഫോർകാസ്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് പോളിസി ഫോർമുലേഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഇതൊക്കെ നമ്മുടെ നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. നാഷണൽ ഇൻകം എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? കമ്പയറിംഗ് എസ്റ്റിമേറ്റ്സ്, അതുപോലെ ഫോർകാസ്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് പോളിസി ഫോർമുലേഷൻ ഫോർ ഫ്യൂച്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ എക്കണോമിക്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യ ഏത് രാജ്യത്തിനേക്കാളും ബെറ്റർ എക്കണോമി, അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ ഏതൊക്കെ രാജ്യങ്ങൾ നല്ല എക്കണോമി, പോസിറ്റീവ് എക്കണോമി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗ്രോത്തുള്ള എക്കണോമി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്റ്റഡിയൊക്കെയാണ് നാഷണൽ ഇൻകം നമുക്ക് തരുന്നതല്ല. അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന രീതിയിലാണ് നാഷണൽ ഇൻകം നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് തരുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദെർബൈ ഹെൽപ്പിംഗ് ബിസിനസ് ഹൗസസ് ടു പ്ലാൻ ഫോർ പ്രൊഡക്ഷൻ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇതൊക്കെ നമ്മുടെ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നാഷണൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മെഷേഴ്സ് ആയിട്ടുള്ള GDP, GNP, NNP അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള വരുമാനങ്ങൾ വരുന്നുണ്ടല്ലേ. അതിൽ നമുക്ക് ആദ്യം നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക്, അതായത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, രണ്ടും ഏതാണ്ട് ഒരേപോലത്തെ കാര്യങ്ങളാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. GDP, GNP രണ്ട് ടേംസ് ഉണ്ടല്ലേ. ആദ്യം നമുക്ക് GDPയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഒരു ടേം നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ, ഫിനിഷ്ഡ് എന്ന രീതിയിൽ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി, ഓർത്ത് വെക്കണം, വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നാഷൻ ഡ്യൂറിങ് 1 year. എന്താണ് പറഞ്ഞത്? ഒരു വർഷ കാലയളവിൽ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കൽ ബൗണ്ടറിക്കുള്ളിൽ, ആ ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്ന് വരുന്ന വരുമാനമാണ് GDPയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നേഷൻ ഡ്യൂറിങ് 1 year. ഓക്കെ, ആ ഒരു ഫാക്റ്റ് ഓർത്ത് വെക്കണം. ജസ്റ്റ് ഡെഫിനിഷനാണ് പറഞ്ഞത്. ഇനി മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ആ ഒരു അതിർത്തി തന്നെയാണ്, മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന ആ ഒരു അതിർത്തി തന്നെയാണ്. ആ ഒരു അതിർത്തിക്കുള്ളിൽ ആരൊക്കെ ഉണ്ടാവും? സാധാരണ നോർമൽ റെസിഡൻസ്, ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ കമ്പനീസ്, MNC, വലിയ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ഉണ്ടാവുമല്ലേ, അവരൊക്കെ ഈ ഒരു എക്കണോമിയിൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻകം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ GDPയിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് ഓർത്തു വയ്ക്കണം, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ, ഒരു നോർമൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ നോർമൽ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. അദ്ദേഹം ഗൾഫിൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹം ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം ആ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു വരുമാനം ഒരിക്കലും നമ്മുടെ GDPയിൽ ആഡ് ചെയ്യില്ല. കാരണം എന്താണ്? GDPയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫിസിക്കൽ ബൗണ്ടറി, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഇൻകം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ GDPയിൽ നമ്മൾ ആഡ് ചെയ്യൂ. ഓക്കെ, എന്തായിരുന്നു പറഞ്ഞത്? GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നാഷൻ ഡ്യൂറിങ് 1 year. ഒരു വർഷ കാലയളവിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ, ആ ഒരു ആഭ്യന്തരം എന്ന രീതിയിൽ ആ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രൊഡക്ഷൻ ഫോഴ്സസിൻ്റെയും വാല്യൂ, ആ ഒരു ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ആണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണെന്നൊന്നുകൂടെ നമുക്ക് നോക്കാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അവിടെ ഒരു ടേം വന്നു അല്ലേ. നേരത്തെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞൊരു ടേം ആണെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ടേം റെസിഡൻസ് ആണ്. അതായത് ഇന്ത്യൻ റെസിഡൻസിൻ്റെ
ഇൻകം മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അല്ലേ, ഒരു ഇന്ത്യക്കാരൻ ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സമ്പാദിക്കുന്ന ആ ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇൻകം ഒരിക്കലും നമ്മുടെ GDP-യിലേക്ക് ആഡ് ചെയ്യില്ല. ബട്ട് അതെന്തിലാണ് ആഡ് ചെയ്യുക? നമ്മുടെ GNP-യിലേക്കാണ് ആഡ് ചെയ്യുക. അത് GDP-യിലേക്ക് ആഡ് ചെയ്യില്ല, അത് GNP-യിലേക്കാണ് ആഡ് ചെയ്യപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫോറിനർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അതൊരിക്കലും നമ്മുടെ GNP-യിൽ വരില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു ഫോറിനർ എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡൻ്റ് അല്ല, അതുകൊണ്ടാണ് അത് GNP-യിലേക്ക് ആഡ് ചെയ്യപ്പെടാത്തത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് രണ്ടിനെയും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ടേംസിനോടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അതായത് GDP-യോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് വേർ എന്നും, അതുപോലെ GNP-യോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഹൂ എന്നും. ഓക്കെ, GDP-യോട് നമ്മൾ ചോദിക്കുന്നു വേർ, എവിടെയാണ് വേർ എന്ന രീതിയിൽ GDP-യോട് നമ്മൾ ചോദിക്കുന്നു. GNP-യോട് നമ്മൾ ചോദിക്കുന്നു ഹൂ എന്ന ചോദ്യം. അതായത് GDP-യോട് വേർ എന്ന ചോദ്യം എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എവിടെ ഉത്തരം തരും GDP, ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫൈനൽ വാല്യൂ മാത്രം. അതായത് ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി GDP-യോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എവിടെ വേർ എന്നായിരുന്നു. ഉത്തരം തന്നു എന്താണ്? ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ മാത്രം. ഇനി GNP-യോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഹൂ എന്നാണ്, ആരെന്നാണ്, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ GNP-യോട് ചോദിക്കുന്നത്. GNP തരുന്ന ഉത്തരം എന്താണ്? ഇന്ത്യൻ റെസിഡൻ്റ് അല്ലെങ്കിൽ നോർമൽ ആ ഒരു കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ട നോർമൽ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മുടെ GNP-യിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GNP-യോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഹൂ എന്നാണല്ലേ. ഉത്തരം എന്താണ്? നോർമൽ റെസിഡൻസ് എന്നാണ്. ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് GDP-യും GNP-യും തമ്മിലുള്ള വ്യത്യാസം. GDP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ നടക്കുന്ന ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് നമ്മൾ GDP-യിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന ടേം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയുള്ളിൽ അമേരിക്കൻ വന്ന് ജോലി ചെയ്താലും ബ്രിട്ടീഷുകാരനാണെങ്കിലും ഗൾഫുകാരനാണെങ്കിലും ഏത് രാജ്യക്കാരൻ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ GDP-ക്കുള്ളിൽ ആഡ് ചെയ്യും. ആ ഒരു കാര്യം നമ്മുടെ GDP-യിൽ ആഡ് ചെയ്യും. അതാണ് GDP എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി GNP ആണെങ്കിലോ, GNP-യിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു? ഹൂ എന്നാണല്ലേ. അവിടെ നമ്മുടെ ഇന്ത്യക്കാരൻ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്താലും, ഇന്ത്യക്കാരൻ ഇന്ത്യൻ നോർമൽ റെസിഡൻറ്റ് അമേരിക്കയിൽ പോയി ജോലി ചെയ്താലും ബ്രിട്ടനിൽ പോയി ജോലി ചെയ്താലും ഗൾഫിൽ പോയി ജോലി ചെയ്താലും ആ ഒരു കൊണ്ടുവരുന്ന ഇൻകം ഏതിലേക്കാണ് ആഡ് ചെയ്യുക? GNP-യിലേക്കാണ്. മറിച്ച് ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്തിൽ ആഡ് ചെയ്യപ്പെടില്ല? GNP-യിൽ ആഡ് ചെയ്യപ്പെടില്ല. അത് GDP-യിൽ മാത്രമേ ആഡ് ചെയ്യൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ രണ്ട് കാര്യമാണ് നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ഈ രണ്ട് ടേമിനോടും ചോദിക്കുക അല്ലേ. GDP-യോടും അതുപോലെ GNP-യോടും ഓരോ ചോദ്യങ്ങൾ വെച്ച് ചോദിക്കുക. GDP-യോട് ചോദിക്കുക എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? GDP ഉത്തരം തരും ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് GDP-യിൽ വരും. GNP-യോട് ചോദിക്കുന്നു ഹൂ എന്നല്ലേ, ആര് ചെയ്യുന്നു, ആര് നോർമൽ ആ ഒരു രാജ്യത്തെ നോർമൽ റെസിഡൻറ്റ് എവിടെ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും അതെന്തിൽ വരും? GNP-യിൽ വരും. ആ ഒരു ഫാക്റ്റ് മാത്രം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നാഷൻ ഡ്യൂറിങ് 1 ഇയർ. ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണല്ലേ. ഇൻ ഇന്ത്യ 1 ഇയർ, ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ, ഒരു വർഷത്തെ 1 ഏപ്രിൽ ടു 31 മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയർ ആണ്. GDP കാൽക്കുലേഷൻ ഇൻക്ലൂഡ്സ് ഇൻകം ഓഫ് ഫോറിനേഴ്സ്. ആ ഒരു ഫാക്ട് ഓർത്ത് വെക്കണം. ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ വരുന്ന കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. അവിടെ ഫോറിനേഴ്സ് ആയാലും നോർമൽ റെസിഡൻസ് ആയാലും ആരായി കഴിഞ്ഞാലും ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒക്കെ GDP-യിൽ വരും. GDP കാൽക്കുലേഷൻ ഇൻക്ലൂഡ്സ് income of foreigners in a country but excludes income of those people who are living outside of that country. അതായത് ഇന്ത്യയിലെ ഒരു റെസിഡൻറ്റ് വേറെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് അദ്ദേഹം ഉണ്ടാകുന്ന ആ ഒരു ഇൻകം ഒരിക്കലും നമ്മുടെ GDP-യിൽ ആഡ് ചെയ്യുന്നില്ല. ഹൗവർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കമ്പ്യൂട്ടഡ് ക്വാർട്ടേർലിയോ ഹാഫ് ഇയർലി. സാധാരണയായിട്ട് നമ്മൾ 1 ഇയർ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമല്ല GDP നമ്മൾ കേൾക്കാറുണ്ട് ഹാഫ് ഇയർലിയും ക്വാർട്ടേർലിയും ഒക്കെ
GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ വാല്യൂസൊക്കെ നമ്മുടെ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്. GDP ഉയർന്നു, GDP താഴ്ന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഇനി എന്താണ് GDP എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, ആ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്തോട്ടെ അതിൻ്റെ ഫോറിനറായാലും ഇന്ത്യക്കാരനായാലും ആര് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എൻഡ് വാല്യൂ ആണ് നമ്മുടെ GDPയിൽ വരുന്നത്. ഓക്കെ, GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ആ ഒരു ഫാക്റ്റ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇനി GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ GNP ഇസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. GNPയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു? ഹൂ എന്നല്ല, ആര്? നോർമൽ ഇന്ത്യൻ റെസിഡൻസ്. അവർ ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ GNPയിലാണ്. വൈൽ കാൽക്കുലേറ്റിംഗ് GNP, ഇൻകം ഓഫ് ഫോറിനേഴ്സ് ഇൻ എ കൺട്രീസ് എക്സ്ക്ലൂഡഡ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ അമേരിക്കക്കാരൻ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ GNPയിൽ ആഡ് ചെയ്യില്ല. ബട്ട് ഇൻകം ഓഫ് പീപ്പിൾ ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് കൺട്രി ഈസ് ഇൻക്ലൂഡഡ്. ബട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ GNPയിൽ ആഡ് ചെയ്യും. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി നമ്മുടെ ഈ ഒരു GNP എന്ന് പറയുന്ന കാര്യം നമുക്ക് GDPയെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയുമോ? അതായത് GNP ഈക്വൽ ടു GDP പ്ലസ് X മൈനസ് M എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ X എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഹൂ ആർ ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? X എന്ന അല്ലെങ്കിൽ X എന്ന രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി. ആ ഒരു രാജ്യത്തെ നോർമൽ റെസിഡൻ്റ് ആണ്, ബട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നത് വേറൊരു രാജ്യത്താണ്. അത് X എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. M എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻകം ഓഫ് ദ ഫോറിനേഴ്സ് ഇൻ എ കൺട്രി. അതായത് ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് GDPയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു രാജ്യത്തെ GNP നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഡിഫറൻസ് അതായത് X മൈനസ് M, അതായത് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ ഒരു വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഇൻകം മൈനസ് വേറെ രാജ്യക്കാരൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന ആ ഒരു ഇൻകം, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേമിന് നമ്മൾ, അതായത് X മൈനസ് M, ഈ ഒരു കാണുന്ന ടേം ഉണ്ടല്ലോ X മൈനസ് M എന്ന് പറയുന്ന ഈ ഒരു ടേമിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, വിദേശ വരുമാനം എന്ന രീതിയിലാണ് ഈ ഒരു ടേമിന് X മൈനസ് M എന്ന് പറയുന്ന ടേമിനെ നമ്മൾ വിളിക്കുന്നത്. വിദേശ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർ വിദേശത്ത് പോയി ചെയ്ത് ആ ഒരു സമ്പാദിക്കുന്ന ഇൻകം മൈനസ് വിദേശികളെ ഇന്ത്യയിൽ വന്ന് സമ്പാദിക്കുന്ന ഇൻകമാണ്. ഓക്കെ, നമ്മുടെ GNP കിട്ടണമെങ്കിൽ GDP ബേസ് ചെയ്ത് എടുക്കാനുള്ള GDP കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് GNP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. GDPയിൽ നിന്നും വിദേശികൾ, നമ്മുടെ ഇന്ത്യക്കാർ വിദേശത്ത് പോയിട്ട് ചെയ്യുന്ന ആ ഒരു ഇൻകം മൈനസ് വിദേശികൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ വിദേശത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ വാല്യൂ മൈനസ് വിദേശികൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ. ആ ഒരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ മതി. ഈ X മൈനസ് M എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് വിളിക്കും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതായത് വിദേശ വരുമാനം എന്ന പേരിൽ നമ്മൾ ഇതിനെ വിളിക്കുമല്ലേ. ആ ഒരു ഫാക്റ്റ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് NNPയും അതുപോലെ NDPയുമാണ്. NNP അല്ലെങ്കിൽ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം നിങ്ങൾ എവിടെ കണ്ടോ അവിടെയൊക്കെ ഒരു മൈനസ് ഉണ്ടാവും. നിങ്ങളുടെ എന്തെങ്കിലും കാര്യം മൈനസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സബ്സ്ട്രാക്ട് ചെയ്യുന്ന എന്നൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, നെറ്റ് എന്ന് പറയുന്ന ടേം, നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അറ്റ എന്നാണ് അർത്ഥം. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ എന്നാണ് മലയാളത്തിലെ അർത്ഥം. അത് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആ ഒരു ഡെഫിനിഷനിൽ നിന്നും എന്തോ ഒരു കാര്യം മൈനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈനസ് ചെയ്തിട്ടാണ് ആ ഒരു നെറ്റ് എന്ന് പറയുന്ന ടേം തന്നെ വരുന്നത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. GDP ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞില്ല GDP, ആ ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കൽ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ഫിക്സഡ് പീരീഡുള്ള വാല്യൂ അല്ല, അതാണ് GDP പറയുന്നത്. GDPയിൽ നിന്നും ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തേയ്മാനം അല്ലേ. അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ മെഷീൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനം സിമ്പിളായിട്ട് നമ്മളൊരു തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ, ഒരു കാറ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കാറിന് നമ്മൾ ഈ ഒരു വർഷം പുതിയൊരു കാറ് നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങുന്നു എന്ന് വിചാരിക്കും. ആ ഒരു വാഹനം നമ്മൾ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വില കുറയുമല്ല. കാരണം എന്താണ്? ആ വാഹനത്തിന് ഡിപ്രിസിയേഷൻ, തേയ്മാനം
സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ടയറുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട്, എഞ്ചിന് സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തേയ്മാനം സംഭവിക്കുന്നുണ്ട്, മെഷീൻ പാർട്സിനൊക്കെ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, NDP എന്ന് വെച്ച് കഴിഞ്ഞാൽ GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ്. ഓർത്ത് വെക്കണം, നെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഡിഡക്ഷൻ വരുന്നുണ്ടല്ല, ഡിഡക്റ്റിംഗ് ദ ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫ്രം GDP. നമ്മുടെ GDP, അതായത് ഒരു രാജ്യത്തെ ഉൽപ്പാദനം എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമുക്കറിയാം ഏതൊരു കാര്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിലും നമുക്ക് മെഷീനറീസ് വരണമല്ലേ. ഈ ഒരു മെഷീനറീസിന് തേയ്മാനവും വിയർ ആൻഡ് ടയർ ഒക്കെ വരുന്നുണ്ടല്ലേ. മെഷീനറീസ് ഓരോ വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് ആൻഡ് ബോൾട്ട് മാറ്റണം, അതുപോലെ തന്നെ അതിൻ്റെ പല പാഡ്സും കാര്യങ്ങളൊക്കെ മാറ്റണം, അങ്ങനെ തേയ്മാനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മൈനസ് ചെയ്തിട്ടാണ് നമ്മുടെ NDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, NDPയുടെ ഡെഫിനിഷൻ എന്താണ്, GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. NDP ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫ്രം GDP. അങ്ങനെയാണെങ്കിൽ GNP എന്താണ്, അങ്ങനെയാണെങ്കിൽ GNP എന്താണ്, NNP എന്താണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണല്ലേ. GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NNP കിട്ടും. ഈ ഒരു NNP ആണ് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാണുന്നതിൽ പ്യൂറസ്റ്റ് ഫോം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള പ്യൂറസ്റ്റ് ഫോം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ ഒരു മെഷർമെൻറ്റാണ് NNP. നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്താണ്, NNP ആണല്ലേ. NNP എന്ന് പറയുമ്പോൾ GNP എന്താണ്, ആ ഒരു രാജ്യത്തെ റെസിഡൻസ് മാത്രമാണ്, ഫോറിനേഴ്സും ഒന്നും വരുന്നില്ല. ആ ഒരു രാജ്യത്തെ റെസിഡൻസ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ വാല്യൂ ആണ് GNPയിൽ വരുന്നത്. ആ ഒരു GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ട് വരുന്ന നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ല. GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് വരും. അതാണ് നമ്മുടെ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ പ്യൂറസ്റ്റ് ഫോം. ചോദിക്കാറുണ്ട്, നാഷണൽ ഇൻകത്തിൻ്റെ പ്യൂറസ്റ്റ് ഫോം മെഷർമെൻറ്റ് ഏതാണ് NNP ആണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ആ ഒരു ഫാക്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നിങ്ങൾ സാധാരണ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ NNP ബൈ പോപ്പുലേഷൻ ആണല്ലേ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ബൈ പോപ്പുലേഷൻ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതന്നെ ആ ഒരു നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ്, അത് ബൈ പോപ്പുലേഷനാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ആ ഒരു ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പേജിൽ കുറച്ച് ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ 3 ടേംസ് എടുക്കുകയാണ്, 6XM. ഇതിൽ 6X നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ടേംസ് തന്നെയാണ്, അതായത് Xും M നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ടേംസ് തന്നെയാണ്. X എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ദ കൺട്രി, അതായത് ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഇൻകം നമ്മൾ X എന്ന രീതിയിലും, M എന്ന് വെച്ചാൽ ഇൻകം ഓഫ് ദ ഫോറിനേഴ്സ് ഇൻസൈഡ് ദ കൺട്രി, വിദേശികൾ ഇന്ത്യക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകവുമാണ് M എന്ന ടേം കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആറാണ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നത്. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഇൻസൈഡ് ദ കൺട്രി, അതായത് ഇന്ത്യക്കാരൻ തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ ജോലി ചെയ്യുന്നത്. അത് 6 എന്ന ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. X എന്ന് വെച്ചാൽ ഇന്ത്യക്കാരനാണ് ബട്ട് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നു. M എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശിയാണ് ബട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ 3 ടേംസ് വെച്ചിട്ട് നമ്മുടെ GDP അതുപോലെ NDP നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. GDP എന്ന് വെച്ചാൽ എന്താ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം, GDPയോട് ഒരു ചോദ്യം ചോദിക്കണം, വേർ, എവിടെ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കണമല്ല. വേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GDP നമുക്ക് ഉത്തരം തരും ഇൻസൈഡ് ദ കൺട്രി, അല്ലെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി. അതിലെന്തൊക്കെയാണ് വരുന്നത്, 6ഉം M ആണല്ലേ. ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് വരുന്ന 2 ടേംസാണ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഹു ആർ ലിവിങ് ഇൻസൈഡ് ദ കൺട്രിയും അതുപോലെ ഇൻകം ഓഫ് ഫോറിനേഴ്സ് ഇൻസൈഡ് ദ കൺട്രി. GDP നമുക്ക് ലഭിച്ചു അല്ല. GDP എന്ന് വെച്ചാൽ ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെങ്കിൽ ഇൻസൈഡ് ദ കൺട്രി മാത്രമേ വരുന്നുള്ളൂ. ഇനി NDPയോട് ചോദ്യം എന്താണ് നമ്മൾ ചോദിച്ചത്, ഹൂ എന്നാണ്, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്നാണ്. ആരാണ്, പീപ്പിൾ ഓഫ് ദ കൺട്രി, ആ രാജ്യത്തെ പീപ്പിൾ. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്താണ്, R+X ആണ്. അതായത് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഇൻസൈഡ് ദ കൺട്രി, രാജ്യത്തിനുള്ളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ. ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി, അതായത്
ആ ഒരു രാജ്യത്തെ നോർമൽ റെസിഡൻ്റ് ആണ്, ബട്ട് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുന്നു. ഇത്രയും മാത്രം മതി നമ്മുടെ GDP GNP യുടെ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. GDP NDP ഓക്കെ. GDP NDP യുടെ ഡെഫിനിഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കണമല്ലേ. GDP യോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം വേറെന്നാണ്, എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു നീല ലെറ്റർ കണ്ടു, R+M ഞാൻ നീലയായിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. R+M ഞാൻ നീലയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇൻസൈഡ് ദ കൺട്രി GDP ഉത്തരം തരും. എവിടെ? ഇൻസൈഡ് ദ കൺട്രി. ആ ഒരു ഇൻസൈഡ് ദ കൺട്രിയിൽ നമ്മുടെ ഇന്ത്യക്കാരൻ ജോലി ചെയ്തോട്ടെ, അമേരിക്കക്കാരൻ ജോലി ചെയ്തോട്ടെ, പാകിസ്ഥാൻകാരൻ ജോലി ചെയ്തോട്ടെ, ബ്രിട്ടീഷുകാരൻ ജോലി ചെയ്തോട്ടെ, ആര് ജോലി ചെയ്തോട്ടെ, ഇൻസൈഡ് ദ കൺട്രി ആണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഇൻകം ഏതിലേക്ക് പോകും? GDP യിലേക്ക് പോകും. ഇനി NDP യോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഹൂ അല്ലേ, ആരാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആരുടെ ഇൻകമാണ് ഹൂ? പീപ്പിൾ ഓഫ് ദ കൺട്രി. ഈ ഗ്രീൻ ലെറ്റേഴ്സിൽ നമ്മൾ എഴുതിയത് പീപ്പിൾ ഓഫ് ദ കൺട്രി അല്ലേ. ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഹു ആർ ലിവിങ് ഇൻസൈഡ് ദ കൺട്രി. അതുപോലെ ഇൻകം ഓഫ് പീപ്പിൾ ഓഫ് കൺട്രി ഹു ആർ ലിവിങ് ഔട്ട്സൈഡ് ദ കൺട്രി. ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും, ബ്രിട്ടനിൽ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും, ഗൾഫിൽ പോയി ജോലി ചെയ്താലും, എവിടെ പോയി കഴിഞ്ഞാലും അവൻ്റെ ആ ഒരു വരുമാനം, അതുപോലെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം ഏതിലേക്കാണ് പോവുക? നമ്മുടെ NDP യിലേക്കാണ് പോവുക. ഓക്കെ, ആ ഒരു ഫാക്ട് രണ്ടും ഓർത്തിരിക്കണം. GDP NDP ആ 2 ഫാക്ടർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് GNP യും NNP യും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. GNP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ GDP യിൽ നിന്നും ഡിപ്രിസിയേഷൻ ചെയ്താൽ മതി. ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ വേറെ ടയർ മൈനസ് ചെയ്യുക. NDP യിൽ നിന്നും NNP കാണണമെങ്കിൽ NDP യിൽ നിന്നും വിയർ ആൻഡ് ടയർ അതായത് ഡിപ്രിസിയേഷൻ നമ്മൾ മൈനസ് ചെയ്താൽ മാത്രം. ഇത്ര മാത്രമേ നമുക്ക് പ്രധാന പോയിന്റ്സ് എന്ന രീതിയിൽ പഠിക്കാനുള്ളൂ. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ. എന്താണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ഈ ഒരു ചാർട്ട് വെച്ച് നമുക്ക് പറയാം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ, അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി അല്ലെങ്കിൽ മോണിറ്ററി അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നതല്ലേ. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ മെഷർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവിധ മെഷർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. GDP GNP NNP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ GDP GNP യും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. GDP എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? വേറെന്നാണ്, എവിടെ? ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഇൻകത്തിൻ്റെ വാല്യൂ ആണ് GDP യിൽ നമ്മൾ പറയുന്നത്. ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഇന്ത്യക്കാരൻ ജോലി ചെയ്താലോ, അമേരിക്കക്കാരൻ ജോലി ചെയ്താലോ, പാകിസ്ഥാൻകാരൻ ജോലി ചെയ്ത് കഴിഞ്ഞാലോ, ചൈനക്കാരൻ ജോലി ചെയ്താലോ, ആര് ജോലി ചെയ്ത് കഴിഞ്ഞാലും അത് വിഷയമല്ല. അവർ ചെയ്യുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ ഏതിലേക്ക് ആഡ് ചെയ്യും? GDP യിലേക്ക് ആഡ് ചെയ്യും. ഇനി ഈ ഒരു GDP യിൽ നിന്നും നമ്മൾ ഡിപ്രിസിയേഷൻ അതായത് വിയർ ആൻഡ് ടയർ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NDP അതായത് നെറ്റ് ഡൊമസ്റ്റിക്. നെറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം എന്താണ്? എവിടെ എന്തോ മൈനസ് ചെയ്തിട്ടുണ്ട്, അതാണ് നെറ്റ്. അറ്റ എന്ന് മലയാളത്തിൽ പറയും. എന്തോ മൈനസ് ചെയ്താണ് നെറ്റ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ് പറയുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് പറയുന്നത് നമ്മളെ ഒരു ഇന്ത്യക്കാരൻ ഹൂ എന്ന ചോദ്യമാണ് ചോദിക്കുന്നതല്ല. ആര്? ഇന്ത്യക്കാരൻ. അതുമാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടു. ഇന്ത്യക്കാരൻ എവിടെ പോയിട്ട് ജോലി ചെയ്തോ അതൊന്നും നമുക്ക് ബാധകമല്ല. ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്താലും, പാകിസ്ഥാനിൽ പോയി ജോലി ചെയ്താലും, ബ്രിട്ടനിൽ പോയി ജോലി ചെയ്താലും, ചൈനയിൽ പോയി ജോലി ചെയ്താലൊന്നും നമുക്കതൊരു മാറ്റർ അല്ല. അവിടെ എന്താണ്? ആ ഒരു ഇന്ത്യക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ കൊണ്ടുവരുന്ന ഇൻകത്തെ അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് നമ്മുടെ GNP യിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ GNP യിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതായത് GDP ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നല്ല. GDP യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂവിൽ നിന്നും വിദേശി ഇന്ത്യയിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ എന്ത് പേരിൽ വിളിക്കും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ചെയ്താൽ മതി. അതായത് ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് കൊണ്ടുവരുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിൽ നിന്നും വിദേശ ഇന്ത്യയിലേക്ക് വന്ന് ചെയ്യുന്ന ജോലിയുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ മതി. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വിദേശ വരുമാനമാണല്ലേ. GDP പ്ലസ് വിദേശ വരുമാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GNP കിട്ടും. ആ ഒരു ഫാക്ട് ഓർത്തിരിക്കണം. ഇനി NNP ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് NNP അല്ലെ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് എന്ന ആ ഒരു ടേം വന്നതുകൊണ്ട് എന്തോ മൈനസ് ചെയ്യുന്നുണ്ട്. എന്താണ്? GNP യിൽ നിന്നും
നമ്മുടെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നുണ്ട്. പ്യൂറസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ NNPയിൽ കാണുന്നത്. NNP ബൈ പോപ്പുലേഷനിലെ നാഷണൽ ഇൻകം ഓൺ NNP ബൈ പോപ്പുലേഷനാണ് നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള സിമ്പിളായിട്ടുള്ള കോഡ് നമ്മൾ പറഞ്ഞു. GDPയോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം ഈ ഒരു ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പരീക്ഷയിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. GDPയോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? വേറെ അല്ല, എവിടെയെന്ന് ചോദിച്ചാൽ GDP നമ്മളോട് പറഞ്ഞുതരും ഇൻസൈഡ് ദ കൺട്രി അല്ലെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇനി NDPയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എന്താണ് ചോദിക്കേണ്ടത്? ഹൂ എന്നല്ലേ, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? NDP ഉത്തരം തരും പീപ്പിൾ ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ നോർമൽ റെസിഡൻറ്റ്. അവർ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഇൻകമാണ് നമ്മുടെ NDPയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുണ്ട് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ആ രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഓക്കെ, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ആ രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇനി അതൊക്കെ എന്താണെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ എന്താണെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഫാക്ടർ കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആദ്യം ഫാക്ടർ കോസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഓക്കെ, ഈ ഒരു ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ, അതായത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു 4 ടേംസിന് നമുക്ക് ചിലവാകുന്ന തുക അല്ലെങ്കിൽ നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അമൗണ്ടിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ പറഞ്ഞത്. ലാൻഡിൽ നമുക്ക് എന്താണ് ചിലവാകുന്നത്? ഈ ഒരു സ്ലൈഡിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്കല്ല, വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം GNP അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് പകരം പലയിടത്തും ഞാൻ NDP എന്നാണ് ആ സ്ലൈഡിലടക്കം പറഞ്ഞത്. NDP എന്നാണ്. NDPയും GNPയും രണ്ടാണ്. നമ്മളതിൻ്റെ ഡെഫിനേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അവിടെ NDP എന്ന് എഴുതിയത് കൊണ്ട് ഞാനത് വായിച്ചു പോകുന്ന സമയത്തും തെറ്റ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യണം. ഞാനവിടെ ആവർത്തിച്ച് NDP എന്ന ടേമാണ് GNPക്ക് പകരം പറയുന്നത്. പിന്നീട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. ക്ലാസ് കേൾക്കുന്ന സമയത്താണ് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. ബട്ട് ഏതാണ്ട് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത ആ ഒരു പാർട്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുക വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇവിടെ പറയുന്നത്, സെപ്പറേറ്റ് ഒരു സ്ലൈഡ് എന്ന രീതിയിൽ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സ്ലൈഡിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന സ്ലൈഡിൽ GDP GNP എന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സമയത്ത് NDP എന്നാണ്, NDP എന്ന രീതിയിലാണ് GNPക്ക് ഞാൻ പറഞ്ഞത്. അത് വളരെ വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. GNP എന്ന രീതിയിൽ നിങ്ങൾ തിരുത്തി വായിക്കുകയും അതുപോലെ തിരുത്തി കേൾക്കുകയും വേണം കേട്ടോ. ആ ഒരു ഫാക്റ്റ് അവിടെ വളരെ വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പറയുന്ന സമയത്ത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. GDP ഈക്വൽ ടു R+M, അതുപോലെ GNP ഈക്വൽ ടു R+X. ഈ ഒരു ഫാക്റ്റ് ഞാൻ എവിടെയൊക്കെ തെറ്റിച്ച് പറഞ്ഞോ അവിടെയൊക്കെ നിങ്ങൾ ശരിയാക്കി ഈ ഒരു ക്ലാസ് കേട്ടിട്ട് ഈ ഒരു സ്ലൈഡ് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ലാൻഡിന് നമ്മൾ റെൻറ്റ് കൊടുക്കണം, ലേബറിന് നമ്മൾ വേജ് കൊടുക്കണം, കൂലി കൊടുക്കണം. ലേബറിന് കൂലി കൊടുക്കണം, വേജ് കൊടുക്കണം. ക്യാപിറ്റൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായുള്ള ഇൻട്രസ്റ്റ് നമ്മൾ അടക്കണം. അല്ല, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നമ്മൾ നൽകണം. ഓൺട്രപ്രണർക്കാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് നൽകണം. അങ്ങനെ ഓരോ ചിലവുകൾ വരുന്നുണ്ടല്ല ഫാക്ടർ കോസ്റ്റ്. അതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഒരു ഫാക്ടറിക്കുള്ളിൽ വരുന്ന ആ ഒരു ചിലവുകൾ ആ രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഇതിന് നമുക്ക് ചിലവാകുന്ന തുകയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. ലാൻഡിനെ വെച്ച് നോക്കുന്ന സമയത്ത് ലാൻഡിന് റെൻറ്റ് നമ്മൾ നൽകണം. ലേബറിനെ നോക്കുന്ന സമയത്ത് ലേബറിന് നമ്മൾ വേജ് കൊടുക്കണം. ക്യാപിറ്റലിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഓൺട്രപ്രണർക്ക് നമ്മൾ പ്രോഫിറ്റ് നൽകണം. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന ചിലവാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ആ ഒരു ഫാക്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഫാക്ടർ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, capital and entrepreneurship
വിച്ച് ഈസ് ഇൻക്വേർഡ് ബൈ എ ഫേം വെൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ അഫോർഡ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ലാൻഡിന് നമ്മൾ റെൻറ്റ് കൊടുക്കണം, ലേബർക്ക് വേജ് നൽകണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നൽകണം, ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് ഒക്കെ നൽകണം അല്ല. ഇതിൻ്റെയൊക്കെ തുകയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിൻ്റെ നാലിൻ്റെയും ആകെ തുകയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ടാക്സ് ദാറ്റ് ആർ പെയ്ഡ് ടു ദ ഗവൺമെൻറ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഈ ഒരു ഫാക്ടർ കോസ്റ്റ് പറയുന്ന സമയത്ത് ടാക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ടാക്സ് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ടാക്സ് നൽകുന്നില്ല. ഈ ഒരു ടാക്സ് നൽകുന്നത് അതൊരു ഫൈനൽ ഗുഡ്സ് ആവുന്ന സമയത്താണല്ലേ, അതൊരു ഫൈനൽ ഗുഡ്സ് ആവുന്ന സമയത്താണ് നമ്മൾ ടാക്സ് നൽകുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ടാക്സ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുന്നില്ല, അതുകൊണ്ട് ടാക്സ് ഈ ഒരു ഫാക്ടർ കോസ്റ്റിൻ്റെ മാറ്ററും ആവുന്നില്ല. Subsidies received are included in the factor cost as subsidies are given on the input used in the production. സാധാരണയായിട്ട് ഗവൺമെൻറ് ഒക്കെ സബ്സിഡീസ് നൽകാറുണ്ടല്ല, ആ ഒരു സബ്സിഡീസ് ഒക്കെ ഈ ഒരു ഫാക്ടർ കോസ്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ഫാക്ടർ കോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ഇതിനൊക്കെ വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പ്ലസ് സബ്സിഡീസ് ആണ് ഫാക്ടർ കോസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മാർക്കറ്റ് പ്രൈസ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാക്ടർ കോസ്റ്റൊക്കെ കൊടുത്ത് നമ്മളൊരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കിയല്ലേ, ഈ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു മാർക്കറ്റിലെത്തും. അവസാനം ആ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ കാറാണെങ്കിൽ കാറിൻ്റെ ഫാക്ടർ കോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാറിന് ആവശ്യമായിട്ടുള്ള നിർമ്മിക്കാൻ വേണ്ടിയുള്ള ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതൊക്കെ വെച്ച് നമ്മൾ ഒരു ഫൈനലായുള്ള കാറ് പുറത്തിറക്കി ആ സമയത്ത് കാറിന് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഫൈനൽ ഗുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുന്ന അമൗണ്ടിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന രീതിയിൽ വിളിക്കുന്നത്. അവിടെ ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പ്രൈസ് സെറ്റ് ആഫ്റ്റർ ഓൾ ദ ലെവൽസ് ഓഫ് വാല്യൂ അഡീഷൻസ്, എല്ലാ ലെവൽസും വാല്യൂ അഡീഷൻസിൻ്റെ എല്ലാ ലെവൽസും കഴിഞ്ഞ് ആൻഡ് അറ്റ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ സോൾഡ് ഓർ ഓഫേർഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഈ ഒരു കാർ നമ്മൾ പറഞ്ഞ കാർ അതിൻ്റെ ടയറും ഡോറും ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്ത് ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാർക്കറ്റിൽ കൺസ്യൂമറിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ഈടാക്കുന്ന ആ ഒരു പൈസയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലെ പ്രൈസ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കണോമി ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് റീറ്റെയിൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ റീറ്റെയിൽ പ്രൈസ് എന്ന രീതിയിൽ കൂടെ അറിയപ്പെടുക. ആൻഡ് ഇറ്റ് മേ ഫ്ലക്ച്വേറ്റ് ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കാറുകളൊക്കെ 50,000 രൂപ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ കാറിൻ്റെ വില 1,00,000 രൂപ ഉയർന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അങ്ങനെ ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് അതിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ചിട്ട് മാറ്റം വന്നേക്കാം. എന്തായാലും ഓർക്കണം, മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ റീറ്റെയിൽ പ്രൈസ് എന്ന രീതിയിൽ കൂടെ വിളിക്കുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം, ചോദിക്കാറുണ്ട്. മാർക്കറ്റ് പ്രൈസ് ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. അതുപോലെ GDP അറ്റ് കോസ്റ്റ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ടർ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസും GNP അറ്റ് ഫാക്ടർ കോസ്റ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനിഷൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഫാക്ടർ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ഒരു കാര്യം ഓൾറെഡി വരും. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പനി എത്രയാണോ ചിലവാക്കുന്നത് അത് അവരെന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ കൺസ്യൂമറെ കൊണ്ട് പേ ചെയ്യിക്കുമല്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസും വരും. എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്? നെറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം അവിടെ വന്നു അല്ലേ. എന്ത് മനസ്സിലാക്കണം? എന്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സബ്സ്ട്രാക്ഷൻ വന്നിട്ടാണ് നെറ്റ് എന്ന് പറയുന്ന കാര്യം വന്നുള്ളത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസിൽ നിന്നും സബ്സിഡീസ് മൈനസ് ചെയ്തതാണ്. ഓക്കെ, നേരത്തെ ഗവൺമെൻറ് കൊടുത്തുള്ള സബ്സിഡീസ് ഇൻഡയറക്റ്റ് ടാക്സസിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്താണ്? മാർക്കറ്റ് പ്രൈസിന് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ്, അതായത് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ചിലവായുള്ള ആ ഒരു ഓൺട്രപ്രണർക്ക് ചിലവായുള്ള എല്ലാ പൈസയും ആ ഒരു ഫാക്ടർ കോസ്റ്റിൽ വരുന്നുണ്ട്. അത് വരും, അതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ വിളിക്കും. അത് വരും. അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് ഇൻഡയറക്റ്റ് ടാക്സസിൽ നിന്നും സബ്സിഡീസ് കുറച്ചതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അത് നമ്മുടെ ടാക്സസ് എന്ന് പറയുമല്ല. സാധാരണയായിട്ട് നമ്മൾ കാറുകൾക്കൊക്കെ ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 5-6 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടാകുക. ബട്ട് അതിന് നമുക്ക് ഫൈനൽ മാർക്കിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു 6 ലക്ഷം രൂപയുടെ കാറും നമ്മൾ 8 ലക്ഷം രൂപ പേ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണല്ലേ, റോഡ് ടാക്സസ്, അതുപോലെ പലതരം ടാക്സസും കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യണം. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ഫാക്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് പറയാനുള്ളത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റും അതുപോലെ NNP അറ്റ് മാർക്കറ്റ് പ്രൈസും. ഈ രണ്ട് ടേംസും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഫാക്ടർ കോസ്റ്റും അതുപോലെ മാർക്കറ്റ് പ്രൈസും ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പറയാൻ പറ്റും, അതുപോലെ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പറയാൻ പറ്റും, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പറയാൻ പറ്റും, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പറയാൻ പറ്റും. എന്താണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്? It is the value of NNP when the value of goods and services is taken at the പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GNP മൈനസ് ഡിപ്രിസിയേഷൻ അല്ലേ, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ അലവൻസ് ആണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. കൺഫ്യൂസിങ് ആവുന്നുണ്ടാവും എന്ന് മനസ്സിലായി. അത് മാറണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണല്ലേ. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ അലവൻസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്, കാരണം NNP ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ ആണല്ലോ. അതേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ അലവൻസ് ആണ്. ഇനി നമ്മളോട് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രിസിയേഷൻ അലവൻസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ നമുക്കറിയാനുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞില്ല GNP അറ്റ് ഫാക്ടർ കോസ്റ്റും രണ്ടാമെന്ന് പറഞ്ഞ GNP അറ്റ് മാർക്കറ്റ് പ്രൈസും എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണല്ലേ. അതിനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. എന്തൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? അതായത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താൻ പറ്റും, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താൻ പറ്റും, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താൻ പറ്റും, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ആ ഒരു ഇക്വേഷൻ, ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് 4 ഇക്വേഷൻസ് പരീക്ഷകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ് ആണല്ലേ. അതൊക്കെ അവിടെ വിടുക. നമ്മളിപ്പോൾ പറഞ്ഞ ഫാക്റ്റിലേക്ക് പോവുക. അതായത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. എങ്ങനെ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് പുട്ട് ചെയ്യുക. അതായത് ഇവിടെ GNP ഫാക്ടർ കോസ്റ്റ്, GNP മാർക്കറ്റ് പ്രൈസ്, അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നമ്മളോട് എന്താണ് ചോദിച്ചത്? GNP ഫാക്ടർ കോസ്റ്റ് ആണല്ലേ. ഇത് കണ്ടെത്തണമെങ്കിൽ ജസ്റ്റ് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചാൽ പോരെ. അതായത് മാർക്കറ്റ് പ്രൈസ് മൈനസ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ലഭിച്ചു അല്ലേ. ഇനി GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരം എന്താണ്? GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇനി NNP ആണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് GNP കണ്ടിട്ട് അതിൻ്റെ ഡിപ്രിസിയേഷൻ മൈനസ് ഡിപ്രിസിയേഷൻ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ കണ്ടെത്താൻ പറ്റും. അതായത് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ആഡ് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് അതിൽ ടാക്സ് കൂടെ വരും അല്ലേ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് കൂടെ വരും. അതിൻ്റെ ആ ഒരു വാല്യൂ ആണ് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ എത്തുന്ന പ്രൈസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദ്യം വരുന്നു, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അവിടെ എഴുതുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ GNP, അതായത് GNP മാർക്കറ്റ് പ്രൈസ്, ഇവിടെയും GNP ഫാക്ടർ കോസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇനി ഫാക്ടർ കോസ്റ്റ് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കാണണമെങ്കിൽ ഈ ഒരു സംഭവം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ മതി. അല്ല, സാധാരണ മാത്സിൽ ഇക്വേഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോയാൽ മതി. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുന്ന സമയത്തും നമുക്ക് അത് തന്നെയാണ് വരുന്നത്. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഓക്കെ, ആ ഒരു ഫാക്റ്റ് കൂടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓക്കെ,
ഇനി NNPAT മാർക്കറ്റ് പ്രൈസ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ആദ്യം GNPAT മാർക്കറ്റ് പ്രൈസ് കാണുക, അതിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. GNPAT മാർക്കറ്റ് പ്രൈസ് കാണാനുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ. GNPAT മാർക്കറ്റ് പ്രൈസ് എന്താണ്? GNPAT മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GNPAT ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അത്രയും കാര്യം മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് മറ്റ് മെഷേഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പേഴ്സണൽ ഇൻകം, അതുപോലെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം അല്ലേ. ആദ്യം നമുക്ക് ഡൊമസ്റ്റിക് ഇൻകം എന്താണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് ഇൻകം എന്താണെന്ന് വെച്ചാൽ ഇൻകം ജനറേറ്റഡ് ഓർ ഏൺഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ within the country from its own resources is called domestic or domestic product. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ സമ്പാദിക്കപ്പെടുന്ന ആ ഒരു ഇൻകത്തെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. ആ ഒരു രാജ്യത്തുള്ളിലെ ഇൻകം എന്ന രീതിയിൽ പറയുമ്പോൾ വേജസ് വരുന്നുണ്ട്, സാലറി, റെൻസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ഡിവിഡൻസ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ്, ഡയറക്റ്റ് ടാക്സസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇൻകം ജനറേറ്റഡ് ഓർ ഏൺഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിത്തിൻ ദ കൺട്രി, ആ രാജ്യത്തിൻ്റെ ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഫ്രം ഇറ്റ്സ് ഓൺ റിസോഴ്സസ്, അതിൻ്റേതായുള്ള റിസോഴ്സസ്, അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ കൂടെ നമ്മൾ വിളിക്കും. Since domestic income does not include income earned from abroad, it can also be shown as, അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഇൻകം ഒന്നും ഡൊമസ്റ്റിക് ഇൻകത്തിൽ വരുന്നില്ല. കാരണം അതിൻ്റെ പേര് തന്നെ ഡൊമസ്റ്റിക് എന്നാണല്ലേ. അതായത് ആ ഒരു ആഭ്യന്തരം, ആ ഒരു രാജ്യത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്, ആ ഒരു ഇൻകമാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ഇൻകം നാഷണൽ ഇൻകം വെച്ചിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നാഷണൽ ഇൻകത്തിൽ നിന്നും നെറ്റ് ഇൻകം ഏൺഡ് ഫ്രം അബ്രോഡ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അബ്രോഡിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻകം ഒക്കെ നമ്മളൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഇൻകത്തിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻകം കാണാൻ പറ്റും. ഇങ്ങനെയാണ് പരീക്ഷയിലെ ചോദ്യം വരിക. ഡൊമസ്റ്റിക് ഇൻകവും നാഷണൽ ഇൻകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് ഡൊമസ്റ്റിക് ഇൻകം കാണണമെങ്കിൽ നാഷണൽ ഇൻകത്തിൽ നിന്നും നെറ്റ് ഇൻകം ഏൺഡ് ഫ്രം അബ്രോഡ് മൈനസ് ചെയ്താൽ മതി. ഇനി പേഴ്സണൽ ഇൻകം അല്ല. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ നമുക്ക് ശമ്പളം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാവില്ല. നമ്മുടെ ശമ്പളം ഇപ്പോൾ 20,000 രൂപയാണ് നമുക്ക് കമ്പനി പറയുന്ന ശമ്പളം എന്ന് വിചാരിക്കുക. ആ ഒരു 20,000 രൂപ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമോ? ഇല്ല അല്ലേ. ആ ഒരു 20,000 രൂപയെ നമുക്ക് അനുഭവിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ചിലവഴിക്കാനുള്ള പണമല്ല, അതിൽ പല കാര്യങ്ങളും അവർ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം, ടാക്സ് ഒന്നും വരാത്ത, അല്ലെങ്കിൽ ഫീ ഒന്നും വരാത്ത, അല്ലെങ്കിൽ ഫൈനൊന്നും വരാത്ത ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ കൺട്രി ഫ്രം ഓൾ സോഴ്സസ് ബിഫോർ പേയ്മെൻറ്റ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഇൻ 1 year. ഒരു വർഷത്തിൽ ഡയറക്റ്റ് ടാക്സസ് നമ്മൾ അടക്കുന്നതിന് മുൻപ്, ടാക്സ് അടക്കുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയാണോ തുക വരുന്നത് അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. നമുക്കിപ്പോൾ ശമ്പളം 20,000 രൂപ വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന്, നമ്മുടെ ആദായത്തിൽ നിന്നും നമുക്ക് 10,000 രൂപ വരുന്നുണ്ട്, അതുപോലെ റെൻ്റ് ആയിട്ട് നമുക്കൊരു 10,000 രൂപ, ടോട്ടൽ 40,000 രൂപ നമുക്ക് വരുന്നുണ്ടല്ലേ. അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. അതിൽ ടാക്സ് ഒന്നും പോകുന്നില്ല. ഇനി ടാക്സ് പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഡിഡക്ഷൻ വരും അല്ലേ. അതായത് നമ്മുടെ സാലറി, ഇപ്പോൾ 20,000 രൂപ സാലറി ആണെങ്കിൽ 2,000 രൂപ ഡിഡക്ഷൻ പോയി, 18,000 രൂപയായി. ഇനി നമുക്ക് കിട്ടുന്ന ആദായത്തിൽ നിന്നും അതൊരു 10,000 രൂപയാണെങ്കിൽ അതിൽ നമ്മുടെ കെട്ടിട നികുതി ആ രീതിയിലൊക്കെ നമ്മൾ 1,000 രൂപ ടാക്സ് അടക്കുന്നു. ആ ഒരു ടാക്സ് മൈനസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ മൈനസ് ചെയ്യുന്ന സമയത്ത് അതിലും ഡിഡക്ഷൻ വരും. അതുപോലെ എല്ലാ കാര്യത്തിനും ടാക്സ് അടക്കുന്ന സമയത്ത് ഡിഡക്ഷൻ വരുമല്ല. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഫൈനൊക്കെ വരാറുണ്ട്. നമുക്ക് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഫൈന് വരാറുണ്ട്, അല്ലെങ്കിൽ ഫീസ് അടക്കാറുണ്ട്. അതൊക്കെ മൈനസ് ചെയ്തിട്ട് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഡിസ്പോസിബിൾ ഇൻകം എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പേഴ്സണൽ ഇൻകവും ഡിസ്പോസിബിൾ ഇൻകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അതായത് പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആകെ തുകയാണ്, ആ ഒരു ഇൻകത്തിൻ്റെ ആകെ തുകയാണ്, അതിൽ ടാക്സ് ഒന്നും ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ഫീ, ഫൈന്, അതുപോലെ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന തുകയാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. നമുക്ക് സാലറി 20,000 രൂപയുണ്ടെങ്കിൽ ആ ഒരു 20,000 രൂപയും നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല. അതിലൊരു നിശ്ചിത തുക നമ്മൾ
ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഫീസ് പല ഫീസുകൾ വരുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ഫൈൻ വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു തുകയിൽ നിന്നും കഴിച്ചിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് വരുന്നതല്ലേ. ഓക്കെ, ആ ഒരു ഫാക്ട് ഓർത്ത് വെക്കണം. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഓഫ് എ കൺട്രി ഫ്രം ഓൾ സോഴ്സസ് ബിഫോർ പേയ്മെൻറ്റ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഇൻ 1 year. ഒരു വർഷത്തെ ഡയറക്റ്റ് ടാക്സിന് മുൻപ്, ടാക്സ് അടക്കുന്നതിന് മുൻപ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇൻകത്തെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇനി ഈ ഒരു നാഷണൽ ഇൻകവും പേഴ്സണൽ ഇൻകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നാഷണൽ ഇൻകത്തിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സും അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഇൻകം കണ്ടെത്താൻ പറ്റും. ഓക്കെ, പേഴ്സണൽ ഇൻകം ഈക്വൽ ടു ഓർത്ത് വെച്ചോ, ഇവിടെ കൊടുത്തിട്ടില്ല. പേഴ്സണൽ ഇൻകം ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത പ്രോഫിറ്റും ഇൻട്രസ്റ്റൊക്കെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും അല്ലേ. ഇനി ഡിസ്പോസിബിൾ ഇൻകം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിസ്പോസിബിൾ ഇൻകം or personal disposable income means the actual income which can be spent on consumption by individual and families. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ഇൻകത്തെയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഓർ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നതല്ലേ. ടാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഫീസൊക്കെ അടച്ച് ഫൈനൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ആ ഒരു ഇൻകത്തെയാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന രീതിയിൽ വിളിക്കുന്നത്. ഞാൻ ഇത്രയും നേരം ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഡിസ്പോസിബിൾ ആണ്, ആ ഒരു ഫാക്റ്റ് ഓർത്ത് വെക്കണം. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് മൈനസ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് ആണ്. അതായത് പേഴ്സണൽ ഇൻകത്തിൽ നിന്നും പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്, നോൺ ടാക്സ് പേയ്മെൻറ്റ്, അതായത് ഫൈന് ഫീസൊക്കെ വരുന്നില്ല, അതൊക്കെ നോൺ ടാക്സ് പേയ്മെൻറ്റ് ആണ്. അതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സസ് മൈനസ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ലഭിക്കും. ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ്. ആ ഒരു ഫാക്റ്റ് ഓർത്തു വെക്കണം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ ഏതാണ്ട് അവസാനത്തെ ടോപ്പിക്കുമാണ്. അതായത് നോമിനൽ ആൻഡ് GDP. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും കറണ്ട് പ്രൈസ് GDP, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രൈസ് GDP, അതുപോലെയുള്ള ടേംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അതിൻ്റെയൊക്കെ ഉത്തരമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണ് നോമിനൽ GDP, അതുപോലെ തന്നെ എന്താണ് റിയൽ GDP. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നോമിനൽ ആൻഡ് റിയൽ GDP, ഈ രണ്ട് കാര്യങ്ങളും ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പഠിക്കണം, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആദ്യം നമുക്ക് നോമിനൽ GDP തന്നെ പറയാമല്ലേ. അതായത് ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോമിനൽ GDP എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ എത്രയാണോ വാല്യൂ ഓരോ ഗുഡ്സിനും സർവീസിനും ഈ ഒരു ഇന്നത്തെ 2022 മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? നോമിനൽ GDP എന്ന പേരിൽ വിളിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കണക്ക് ആക്യുറേറ്റ് എന്ന രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് നോമിനൽ GDP. വെൻ GDP ഈസ് മെഷർഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് പ്രൈസ്. ഓക്കെ, കറണ്ട് പ്രൈസ്, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് GDP അറ്റ് കറണ്ട് പ്രൈസസ് ഓർ നോമിനൽ GDP അറ്റ് കറണ്ട് പ്രൈസസ് എന്ന ടേം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ. എന്താണെന്ന് മനസ്സിലാവാതെ വണ്ടറടിച്ചിരുന്നുണ്ടാവും. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂവിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോമിനൽ GDP അല്ലെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസസ് എന്ന പേരിൽ വിളിക്കുന്നത്. നോമിനൽ GDP is the value of goods and service produced in an year and measured in terms of rupees or money at current market price. ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് അതുപോലെ അതിൻ്റെ സർവീസസിനും ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ എത്രയാണോ പൈസ, ആ ഒരു പൈസ വെച്ചിട്ടാണ് നമ്മൾ നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ കമ്പയറിംഗ് 1 year വിത്ത് അനദർ വി ആർ ഫേസ്ഡ് വിത്ത് ദ പ്രോബ്ലം ദാറ്റ് ദ റുപ്പീ ഈസ് നോട്ട് എ സ്റ്റേബിൾ മെഷർ ഓഫ് പർച്ചേസിംഗ് പവർ. അവിടെയാണ് പ്രധാന പ്രശ്നം വരുന്നത്. അതായത് നമുക്ക് ഈ ഒരു വർഷത്തെ കണക്കും കഴിഞ്ഞൊരു വർഷത്തെ കണക്ക് അല്ലെങ്കിൽ 10 വർഷം മുന്നേയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നം വരുമല്ലേ. അതായത് 2010 നമ്മൾ 5 രൂപയ്ക്ക് അല്ലെങ്കിൽ 2 രൂപയ്ക്ക് ഒരു മുട്ട വാങ്ങിയിട്ട് 5 രൂപയ്ക്ക് നമ്മൾ ആ ഒരു മുട്ടയുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓംപ്ലേറ്റ് നമ്മൾ കഴിച്ചു, ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന രീതിയിൽ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ
12 വർഷങ്ങൾക്ക് ഇപ്പുറം 2022 ഒരു മുട്ടക്ക് മാത്രം 5 രൂപ വരുന്നുണ്ടല്ലേ. അത് ഫൈനൽ പ്രൊഡക്റ്റായിട്ട്, അതായത് ഓംലേറ്റ് ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 10 രൂപ കൊടുക്കുന്നു. അവിടെ ആ ഒരു രൂപയുടെ മൂല്യം തന്നെ മാറുന്നുണ്ടല്ലേ. 5 രൂപ ഉണ്ടായിരുന്ന മുട്ട 2 രൂപ ഉണ്ടായിരുന്ന മുട്ട 5 രൂപയായി. 5 രൂപ ഉണ്ടായിരുന്ന ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഓംലേറ്റ് 10 രൂപയായിട്ട് 2022 മാറിയിട്ടുണ്ട്. അങ്ങനെ കറണ്ട് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു പണിയാണ്. ഇൻ കമ്പയറിങ് 1 year വിത്ത് അനദർ വി ആർ ഫേസ്ഡ് വിത്ത് എ പ്രോബ്ലം ദാറ്റ് ദ റുപ്പി ഈസ് നോട്ട് സ്റ്റേബിൾ മെഷർ ഓഫ് പർച്ചേസിങ് പവർ. നമുക്ക് ഇന്ന് എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു ആ ഒരു പൈസക്ക് 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതാണ് 2010 മുട്ടയുടെ പൈസയും അതുപോലെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഓംലേറ്റ് വരുന്ന ആ ഒരു പൈസയും 2022 മുട്ടയുടെ പൈസയും അതുപോലെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഓംലേറ്റിൻ്റെ പൈസയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ആശ്രയിക്കുന്നുണ്ട്, അതാണ് റിയൽ GDP. പേര് പോലെ തന്നെ റിയൽ ആണ്. വെൻ GDP is calculated on the basis of fixed prices in some year, it is called GDP at constant prices or real GDP. എന്താണ് കാര്യം? ഒരു ബേസ് ഇയർ എടുക്കും. ആ ഒരു ഇയർ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മൂല്യത്തിന്, അതായത് രൂപയുടെ മൂല്യത്തിന് വലിയ ഇടിവോ അല്ലെങ്കിൽ ഉയർച്ചയോ വരാത്ത ആ ഒരു നോമിനൽ ബേസ് ഇയർ നമ്മൾ എടുക്കും. സപ്പോസ് നമ്മൾ 2010 എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 2010 മുട്ടയ്ക്ക് 2 രൂപയും ഓംലേറ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓംലേറ്റിന് 5 രൂപയുമാണ് ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിച്ചതല്ലേ. എങ്കിൽ 2022 എത്തുന്ന സമയത്ത് ആ ഒരു മുട്ടയ്ക്ക് 5 രൂപയും ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഓംലേറ്റിന് 10 രൂപയും ആണല്ലേ. അപ്പോൾ നമ്മൾ 2010ഉം 2022ഉം കമ്പയർ ചെയ്യുകയാണ്. ആ ഒരു 2010 പൈസയും 2022 പൈസയും നമ്മൾ ഏതാണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അവിടെ ഫ്ലക്ച്വേഷൻ വരുന്നില്ല, ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, വെൻ GDP is calculated on the basis of a fixed prices in some year. ഒരു വർഷത്തെ 2010 മുട്ടയുടെ പൈസ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ ഓരോ വർഷം മുട്ടയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ GDP പറയുക. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് GDP at constant prices or real GDP. It is expressed in foundation year പ്രൈസസ് ആൻഡ് റെഫർ ടു എ ഫിക്സഡ് കോസ്റ്റ് പ്രൈസ്. അത് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇയറിൽ എത്രയാണോ പ്രൈസ് എടുത്തത് ആ പ്രൈസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫ്ലേഷൻ കോൺസെൻട്രേറ്റഡ് GDP ഓർ കോൺസ്റ്റൻറ്റ് പ്രൈസ് GDP. അവിടെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണല്ലേ, അല്ലെങ്കിൽ ഇൻഫ്ലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഇൻഫ്ലേഷൻ കറക്റ്റഡ് GDP അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രൈസ് GDP എന്ന രീതിയിൽ നമ്മൾ വിളിക്കും. ഓക്കെ, ഒരു ബേസ് ഇയർ എടുത്തിട്ട് അന്നത്തെ വില വെച്ചിട്ട് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിയൽ GDP അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രൈസ് GDP എന്ന രീതി, GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ദ റിയൽ GDP ഈസ് കൺസിഡേർഡ് റിഗാർഡഡ് ആസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് നാഷൻസ് എക്കണോമിക് ഗ്രോത്ത് ആസ് ഇറ്റ് സോൾലി കൺസിഡേഴ്സ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഫ്രീ ഫ്രം കറൻസി ഫ്ലക്ച്വേഷൻ ഇതിനെ ബാധിക്കുന്നില്ല. 2010 മുട്ടയ്ക്ക് എത്രയാണോ വില അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് റിലയബിൾ ആയുള്ള ഇൻഡിക്കേറ്ററാണ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് അല്ലെങ്കിൽ റിയൽ GDP എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് നോമിനൽ GDP, എന്താണ് റിയൽ GDP, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരു രാജ്യത്തിൻ്റെ പുരോഗതി പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഏതാണ്, അതായത് നോമിനൽ GDP അല്ല റിയൽ GDP ആണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് പറയാനുള്ള ബെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണവും പറഞ്ഞു അല്ല. നോമിനൽ GDP വരുന്ന സമയത്ത് ആ ഒരു മാർക്കറ്റ് പ്രൈസസ് എപ്പോൾ വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ നടക്കാം. ബട്ട് നമ്മളൊരു ബേസ് ഇയറും ബേസ് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലക്ച്വേഷൻ ബാധകമല്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോമിനൽ GDPയും അതുപോലെ റിയൽ GDPയും പറഞ്ഞതുപോലെ തന്നെയുള്ള മറ്റൊരു ടേമാണ് നോമിനൽ GNPയും അതുപോലെ റിയൽ GNPയും. രണ്ടും സെയിം കാര്യം തന്നെയാണ്. GDP വരുന്നിടത്തൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് GNP വരും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് when GNP is measured on the basis of current price, it is called GNP at current prices or nominal GNP. എന്താണ് കാര്യം? മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് പേരിൽ വിളിക്കും? നമ്മൾ നോമിനൽ GNP അല്ലെങ്കിൽ GNP at കറണ്ട് പ്രൈസസ് എന്ന രീതിയിൽ വിളിക്കും അല്ലേ. ഇനി ഒരു ബേസ് ഇയർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ റിയൽ GNP അല്ലെങ്കിൽ GNP at കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന രീതിയിൽ വിളിക്കും. ആ ഒരു ഫാക്റ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തേക്കണം. ഓൾറെഡി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ള കാര്യമാണ്
GDP ഡിഫ്ലേറ്റർ. പരീക്ഷകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് GDP ഡിഫ്ലേറ്റർ. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ നോമിനൽ GDPയും അതുപോലെ റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP ഡിഫ്ലേറ്റർ കിട്ടും. ഓക്കെ, GDP ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്ന രീതിയിലൊക്കെ പരീക്ഷയിലെ ചോദ്യങ്ങൾ കാണാറുണ്ട്. സാധാരണയായിട്ട് ഇൻഫ്ലേഷൻ്റെ ഒരു മെഷർ എന്ന രീതിയിലൊക്കെയാണ് GDP ഡിഫ്ലേറ്റർ നമ്മൾ കാണുന്നത്. ഓക്കെ, GDP ഡിഫ്ലേറ്റർ ഈസ് എൻ ഇൻഡെക്സ് ഓഫ് പ്രൈസ് ചേഞ്ചസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ GDP. GDPയിൽ വരുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ പ്രൈസ് ചേഞ്ചസിനെയാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, it is a price index which is calculated by dividing the nominal GDP in a given year. ഒരു വർഷത്തിൽ തന്നുള്ള നോമിനൽ GDPനെ അതേ വർഷത്തിലുള്ള റിയൽ GDP വെച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ആ ഒരു ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. GDP ഡിഫ്ലേറ്റർ ഈക്വൽ ടു നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. അതുപോലെ തന്നെ GNP ഡിഫ്ലേറ്ററും സെയിം ഇക്വേഷനാണ്, സെയിം ഡെഫിനിഷനാണ്. ബട്ട് കാര്യങ്ങളൊക്കെ GNP കടന്നു വരല്ല. GNP ഡിഫ്ലേറ്റർ ഈക്വൽ ടു നോമിനൽ GNP ബൈ റിയൽ GNP ഇൻറ്റു 100. അത്രമാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫാക്ട്സ്, പരീക്ഷയിൽ ആവർത്തിച്ചുള്ള ഒരുപാട് ഫാക്ട്സ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്